നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വൈകിട്ട് 6 സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടി. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തി. ശംഖുമുഖം, ഓൾ സെയിൻസ്, ചാക്ക, പേട്ട, പാറ്റൂർ, ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, രക്തസാക്ഷി മണ്ഡപം, VJT ഹാൾ, സ്പെൻസർ ജംഗ്ഷൻ, സെൻട്രൽ സ്റ്റേഡിയം, പുളിമൂട്, ആയുർവേദ കോളേജ് എന്നിവിടങ്ങളിൽ പാർക്കിംഗ് നിരോധിച്ചു. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്യും. ഈ പ്രദേശങ്ങളിൽ വാഹന ഗതാഗതവും നിയന്ത്രിക്കും. കൊല്ലം ബൈപ്പാസിലും എയർപോർട്ട് റോഡിലും ക്രമീകരണങ്ങളുണ്ടാകും. വൈകിട്ട് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് യാത്ര ക്രമീകരിക്കണം. സെൻട്രൽ സ്റ്റേഡിയം പരിസരത്ത് 4 മണി മുതൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. സമ്മേളനത്തിനെത്തുന്ന പ്രവർത്തകർക്കും നിയന്ത്രണങ്ങളുണ്ട്. 200 മില്ലി ലിറ്ററിലേറെ ഉൾക്കൊള്ളുന്ന വെള്ളക്കുപ്പികൾ അനുവദിക്കില്ല. കൊടികെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പുകളും സമ്മേളന സ്ഥലത്തേക്ക് കടത്തിവിടില്ല. പ്രധാനമന്ത്രി കടന്നുവരുന്ന സമയത്ത് ആ റൂട്ടിലെ ഗതാഗതം വഴിതിരിച്ചുവിടും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽമഴ 2 ദിവസം കൂടി തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പലയിടത്തും ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രവചനം. ഇന്നലെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പലയിടത്തും മഴ പെയ്തു. കൊച്ചിയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ശബരി കുപ്പിവെള്ള പദ്ധതി പാതി വഴിയിൽ മുടങ്ങി. കുപ്പിവെള്ളം വില കുറച്ച് വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് 7 വർഷം മുൻപ് കൊല്ലം പുനലയിൽ ആരംഭിച്ച പദ്ധതിയാണ് അനിശ്ചിതത്വത്തിലായത്. 1/2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സർക്കാർ പുന്നല കടശ്ശേരി കുപ്പിവെള്ള പദ്ധതി ആരംഭിച്ചത്. വനത്തിനുള്ളിൽ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ശബരി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. തദ്ദേശീയർക്ക് തൊഴിൽ നൽകുകയും വില കുറച്ച് കുപ്പിവെള്ളം വിപണിയിലെത്തിക്കാനുമായിരുന്നു ലക്ഷ്യം. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 7 വർഷം പിന്നിട്ടിട്ടും ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിലവിലെ വനം വകുപ്പ് മന്ത്രി ശ്രീ രാജു സാറിനെ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹം ഇവിടെ എത്തി 50 ദിവസത്തിനകം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ട് ശബരി കുടിവെള്ള വെള്ളം വിപണിയിൽ എത്തിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 1000 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സ്ഥലം MLAക്കോ ഇതിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ വരികയും ഇവിടെ 64 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണ് നടന്നത് എന്ന് ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത MLAക്കുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ നിയമ തടസ്സങ്ങളെക്കുറിച്ചും MLAയും മന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും ഇത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വിജിലൻസ് അന്വേഷണം നടത്തി ഇതിൻ്റെ അകത്ത് എവിടെയാണ് ആരാണ് കുറ്റക്കാർ എന്നുള്ളതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. വനമധ്യത്തിൽ ഏറെ നീരൊഴുക്കുള്ള പ്രദേശം നോക്കിയാണ് ഫാക്ടറിക്കായി തെരഞ്ഞെടുത്തത്. വെള്ളം ശേഖരിക്കുന്നതിനായി നിർമ്മിച്ച കിണർ കാടുമൂടി. ഫാക്ടറിയുടെ സംരക്ഷണ വേലി തകർന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി. ന്യൂസ് 18 പുനലൂർ. കോതമംഗലത്ത് അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ സൗജന്യ കുടിവെള്ള വിതരണം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പല്ലാരിമംഗലം, വാരപ്പെട്ടി, പോത്തനിക്കാട് പഞ്ചായത്തുകളിലാണ് കൂട്ടായ്മ കുടിവെള്ള വിതരണം ചെയ്യുന്നത്. ജലം ജീവനാണ്, കരുതാം നാളേക്കായി എന്ന സന്ദേശമുയർത്തിയാണ് അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ കുടിവെള്ള വിതരണം. തുടർച്ചയായ 2ാം വർഷമാണ് കൂട്ടായ്മ സൗജന്യ കുടിവെള്ള വിതരണം നടത്തുന്നത്. അവധിയിലെത്തിയ അടിവാട് പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ജലവിതരണം നടത്തുന്നത്. പുലിക്കുന്നേപ്പടി, വെള്ളാരമറ്റം, വെയിറ്റിംഗ് ഷെഡ് കോളനി, പള്ളിക്കുന്ന്, ഈട്ടിപ്പാറ, പൈമറ്റം, മണിക്കിണർ, കൂറ്റമ്പേലി, കുറിപ്പംകണ്ടം, ഐഡിയ നഗർ, കിഴക്കേൽ കോളനി, അടിവാട് തെക്കേക്കവല, പല്ലാരിമംഗലം എന്നിവിടങ്ങളിലാണ് ജലവിതരണം. 100 കണക്കിന് വീടുകളിലാണ് ശുദ്ധമായ കിണർ വെള്ളം ഞങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഈ ഏരിയയിൽ ചെയ്തു വരുന്നുണ്ട്. ദിവസവും 25,000 ലിറ്ററിലധികം ശുദ്ധജലമാണ് വിതരണം ചെയ്യുന്നത്. പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കാൻ ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് കൂട്ടായ്മയുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് 18 കോതമംഗലം. ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ കാർഷിക വിളകളുടെ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങളുമായി കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും. എക്കാലവും തണുത്ത അന്തരീക്ഷമുള്ള ഹൈറേഞ്ചിലടക്കം കൊടും ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഹൈറേഞ്ചിലെ കാർഷിക വിളകൾ വേനലിൽ വ്യാപകമായി നശിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിളകളുടെ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങളുമായി കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും രംഗത്തെത്തിയത്. പകൽ 12 മുതൽ 3 മണി വരെ കാർഷിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും കീടനാശിനിയുടെ പ്രയോഗം നടത്തുവാനും പാടില്ല. ഭൂമിക്ക് ആവരണമായി തണുപ്പ് നിലനിർത്തുന്നതിന് പുതയിടാവുന്നതാണ്.
ഇതിലൂടെ മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനും ബാഷ്പീകരണം തടയുന്നതിനും സഹായകരമാകും. മേൽമണ്ണ് ചെറുതായി ഇളക്കിയിട്ടാൽ വേനൽ മഴ ലഭിക്കുന്ന സമയത്ത് മണ്ണിൽ വെള്ളം താഴുന്നതിന് സഹായകരമാകും. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് ചൂടിനെ പ്രതിരോധിക്കാൻ നൽകുന്നത്. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും മഴയുടെ ലഭ്യതക്കുറവും ജലലഭ്യതക്കുറവും വിളകൾക്ക് ഏറെ നാശം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃഷിവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ മാർഗനിർദ്ദേശപ്രകാരം കൃഷിവകുപ്പ് ജീവനക്കാർ കർഷകർക്കിടയിൽ ഇറങ്ങുകയും പ്രത്യേക വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കർഷകർക്ക് മതിയായ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി എന്നും കൂടെയുണ്ട്. വൃക്ഷവിളകളുടെ തൈകൾക്ക് തെങ്ങോല ഉപയോഗിച്ച് തണൽ നൽകുക, വൃക്ഷങ്ങളുടെ തായ്തടിയിൽ കുമ്മായം പൂശുക, നനവില്ലാത്ത കൃഷിയിടങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക, കമുങ്ങിൻ തടികളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക, തൈകൾക്ക് തണൽ കൊടുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കൃഷിവകുപ്പും സജീവമായ ഇടപെടലാണ് നടത്തുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഫീൽഡ് വർക്ക് ചെയ്തും കർഷകരുടെ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചുമാണ് ഈ വിവരങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ആലുവയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. കുട്ടിയെ പിതാവ് മർദ്ദിച്ചതാണ് എന്നാണ് പോലീസ് നിഗമനം. പിതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, മറ്റ് വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും രക്തസ്രാവം നിയന്ത്രിക്കാനാകുന്നില്ല. മരുന്നുകളോടും കുട്ടി കാര്യമായി പ്രതികരിക്കുന്നില്ല. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. രാത്രി 2 മണിക്കാണ് ഓപ്പറേഷൻ പൂർത്തിയായി. വീണ്ടും സ്കാനിംഗ് നടത്തി. പക്ഷേ രക്തസ്രാവം നിയന്ത്രിക്കാനാവുന്നില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലാത്ത സ്ഥിതിക്ക് ഈ കുട്ടിക്ക് പരിക്കേൽപ്പിച്ചത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരെയല്ല. ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താനാവൂ. ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കാണ് ഈ കുട്ടിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചത്. വീണ് പരിക്കേറ്റു എന്നായിരുന്നു മാതാപിതാക്കൾ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ പരിശോധനയിൽ കുട്ടിക്ക് നിരവധി പരിക്കുകൾ ഉള്ളതായി മനസ്സിലായി. മാത്രമല്ല ശരീരത്തെ പൊള്ളലുള്ളതായി മനസ്സിലായിട്ടുണ്ട്. കാൽവെള്ളയിൽ അടിയേറ്റതിന്റെയും പാടുകളുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ വീണ് പരിക്കേൽക്കുന്നതല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിനി. ശരി ശ്രീനാഥ്. മംഗലാപുരത്ത് നിന്നും കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച നവജാത ശിശുവിന്റെ ഹൃദയ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. അതിസങ്കീർണമായ രോഗങ്ങളുള്ള കുഞ്ഞിന്റെ ശസ്ത്രക്രിയ അപകടകരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുമ്പോൾ കുഞ്ഞിന്റെ ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ്. കുഞ്ഞിന്റെ ഹൃദയ അറകളിൽ ജനിച്ചപ്പോൾ തന്നെ ദ്വാരമുണ്ട്. രക്തം പമ്പ് ചെയ്യുന്ന ധമനികൾ ചുരുങ്ങിയതാണ്. ഹൃദയവാൽവിലും ദ്വാരമുണ്ട്. കൊച്ചിയിലെത്തിക്കും മുമ്പ് 2 പ്രാവശ്യം അപസ്മാരവുമുണ്ടായി. ഭാവിയിൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വൈകല്യങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞാലും കുറേ ദിവസം കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരിക്കും കുട്ടി കഴിയുകയെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് 15 ദിവസം മാത്രമുള്ള കുഞ്ഞിനെ മംഗലാപുരത്തു നിന്നും അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുഞ്ഞിന് സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് കൊച്ചിയിൽ ചികിത്സാ സൗകര്യം ഒരുക്കിയത്. ന്യൂസ് 18 കൊച്ചി. വീണ്ടും ഒരു ആംബുലൻസ് ദൗത്യത്തിന് കൈകോർത്ത് കേരളം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും 5 മണിക്കൂർ കൊണ്ടാണ് 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ എത്തിച്ചത്. കുട്ടിയുടെ ചികിത്സ പുരോഗമിക്കുകയാണ്. 352 കിലോമീറ്ററുകൾ, 4.25 മണിക്കൂർ, 72 മണിക്കൂർ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനായുള്ള ഓട്ടത്തിന്റെ കണക്കാണിത്. മലപ്പുറം വേങ്ങൂർ സ്വദേശികളായ നജാദ് ഇർഫാന ദമ്പതികളുടെ കുഞ്ഞിനെയാണ് പെരിന്തൽമണ്ണയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിക്കാൻ കേരളം കൈകോർത്തത്. പോലീസും ഡ്രൈവേഴ്സ് സംഘടനകളും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ അസാധ്യമായത് സാധ്യമായി. നമ്മൾ ഏകദേശം 56ാമത്തെ മിഷനാണ് ഇത് ചെയ്യണത്, ഹൃദ്യം എന്ന പദ്ധതി വഴി. പിന്നെ നമ്മുടെ റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിൻ്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി. 3ാം തവണയാണ് തൃശൂർ സ്വദേശി ഡ്രൈവർ ആദർശ് ഇത്തരം വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഓൾ കേരള ഡ്രൈവേഴ്സ് ഫ്രീക്കേഴ്സ് സംഘടനാംഗങ്ങളും ഇതിൽ പങ്കാളികളായി. ഇത്തിരി ട്രാഫിക് ഉണ്ടായിരുന്നു, നല്ല റഷ് അവറിലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും അതല്ലാതും ഈ പറഞ്ഞ AKDF മെമ്പേഴ്സും ഈ കേരള പോലീസും പിന്നെ മറ്റ് കൂട്ടായ്മകളുള്ള ആൾക്കാരും
എല്ലാം റെഡിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. യാത്രയിൽ കുട്ടിക്ക് മറ്റ് അസ്വസ്ഥതകൾ ഇല്ലാതിരുന്നുവെന്ന് ആംബുലൻസിലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നഴ്സ് രാജേഷ്. ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിൽ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ പോകും. ഹൃദ്യം പദ്ധതിയിലൂടെ കുഞ്ഞിനി ചികിത്സ ലഭിക്കും. ശ്രീചിത്രയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ശ്രീനാരായണപുരം ടൂറിസം കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി DTPC. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. വെള്ളച്ചാട്ടം അടുത്തുനിന്ന് ആസ്വദിക്കാനുള്ള പവലിയൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി എപ്പോഴും പ്രതിസന്ധിയായിരുന്നു. പ്രധാന ആകർഷണമായ വെള്ളച്ചാട്ടം അടുത്തുനിന്ന് ആസ്വദിക്കാൻ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും പരിമിതികൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് DTPCയുടെ നേതൃത്വത്തിൽ 1 കോടിയോളം രൂപ മുതൽ മുടക്കി സുരക്ഷാ സംവിധാനവും അടിസ്ഥാന വികസനവും ഒരുക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അവധിക്കാലം ആഘോഷിക്കാനായിട്ട് സഞ്ചാരികളുടെ വർധനവ് ധാരാളമായിട്ടുണ്ട്. അതുപോലെ അവരുടെ സുരക്ഷയ്ക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടം അടുത്തുനിന്ന് ആസ്വദിക്കാൻ പവലിയൻ, നാച്ചുറൽ ബാത്തിനുള്ള സൗകര്യം, ടോയ്ലറ്റ് കോംപ്ലക്സ്, പ്രവേശന കവാടം, പുതിയ ഓഫീസ് മന്ദിരം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് DTPC. ന്യൂസ് 18 ഇടുക്കി. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കുളമാവിലെ മുറംകെട്ടിപ്പാറയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പരാതി. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പ്രകൃതി മനോഹാരിതയാൽ സമ്പന്നമായ മുറംകെട്ടിപ്പാറ ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാത്തത് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ കുളമാവിന് സമീപം പാറമടയിൽ നിന്നാണ് മുറംകെട്ടിപ്പാറയിലേക്ക് പോകുന്നത്. പ്രകൃതി മനോഹരമായ മുറംകെട്ടിപ്പാറയുടെ ഭംഗി ആസ്വദിക്കാൻ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഏറെ നേരം ഇവിടെ ചെലവഴിക്കാറുണ്ട്. ഒത്തിരിയധികം ടൂറിസ്റ്റുകളും ഒക്കെ വന്നു പോകുന്ന സ്ഥലം, പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ചെറുതോണി അണക്കെട്ടിന്റെ വിദൂര കാഴ്ചയും ഉപ്പുകുന്ന്, നാളിയാനി, നാടുകാണിമല തുടങ്ങിയ പ്രദേശങ്ങളും മുറംകെട്ടിപ്പാറയുടെ സമീപത്തു നിന്നാൽ കാണാനാകും. എന്നാൽ അപകടകരമായ ഈ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മുറംകെട്ടിപ്പാറ മികച്ച ടൂറിസം കേന്ദ്രമാക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും പ്രദേശവാസികളും. ന്യൂസ് 18 ഇടുക്കി. ഇനി ട്രെയിൻ സമയം നോക്കാം. മംഗലാപുരം കോഴിക്കോട് പാസഞ്ചർ 40 മിനിറ്റ് വൈകി ഓടുന്നു. മംഗലാപുരം മെയിൽ 50 മിനിറ്റ് വൈകി ഓടുന്നു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 36 മിനിറ്റ് വൈകുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ 8 മിനിറ്റ് വൈകുന്നു. തിരുവനന്തപുരം മെയിൽ 31 മിനിറ്റ് വൈകുന്നു. ഇനി വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ പേരൂർ, അവന്യൂ പാർക്ക്, മേവല്ലൂർ ഭാഗം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KSEB അറിയിച്ചു. നാട്ടുവോട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം തന്നെ ചൂടുള്ള കച്ചവടമാണ് പ്രചാരണ സാമഗ്രികളുടെ കടകളിൽ. പ്രചാരണത്തിന് പ്ലാസ്റ്റിക് ഒഴിവാക്കിയതിനാൽ തുണികൾ കൊണ്ടുള്ള കൊടികൾക്കും കടലാസ് പോസ്റ്ററുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പാർട്ടി ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിച്ച കൊടികൾ, തോരണങ്ങൾ, ഷോളുകൾ, തൊപ്പികൾ എന്നിവയാണ് കൂടുതൽ വിറ്റഴിക്കുന്നത്. ഇത്തവണ വ്യത്യസ്തമായി LED ലൈറ്റുകൾ വെച്ച പ്രചാരണ സാമഗ്രികൾ, ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കീ ചെയിനുകളും വിപണിയിലുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ ഉള്ളതിനാൽ തുണി കൊണ്ടുള്ള സാമഗ്രികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കീ ചെയിനായിട്ടും ഇത്തരം മാലകളായിട്ടും ഷാളുകളായിട്ടൊക്കെ ഒരുപാട് വിപണിയിൽ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനൊന്നും വകവെക്കാണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിൽ പോലും ആളുകൾ പാർട്ടികളുടെ തോരണങ്ങൾക്കും ആൾക്കും വേണ്ടി നമ്മുടെ കടയിൽ വരാറുണ്ട്. തിരുപ്പൂരിൽ നിന്നാണ് കൊടികൾ എത്തുന്നത്. ചിഹ്നങ്ങൾ ശിവകാശിയിൽ നിന്നാണ്. പ്രധാന പട്ടണങ്ങളിലെല്ലാം കച്ചവടം പൊടിപിടിക്കുകയാണ്. സ്ഥാനാർത്ഥി പര്യടനവും കുടുംബയോഗങ്ങളുമൊക്കെ നടക്കുന്നതിനാൽ ഇവർക്കെല്ലാം വലിയ ഡിമാൻഡാണ്. കലാശക്കൊട്ടാകുമ്പോൾ വൻ വിൽപ്പന ഉണ്ടാകുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി.
തിരുവമ്പാടിയിലെ പ്രസംഗവേദിയിൽ നിന്നും ഇന്നലെ രാഹുൽ ഗാന്ധി ഓടിയിറങ്ങിയത് കൊച്ചുമിടുക്കിയെ തേടിയായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും തന്റെ ഛായാചിത്രം ഉയർത്തിക്കാട്ടിയ റിൻസിയെ തേടിയാണ് രാഹുൽ എത്തിയത്. സ്വന്തമായി വരച്ച ചിത്രം രാഹുലിന് സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് റിൻസി. സ്വന്തമായി വരച്ച രാഹുലിന്റെ ചിത്രവുമായി അതിരാവിലെ തന്നെ റിൻസി തിരുവമ്പാടിയിലെ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിയുടെ സ്ഥലത്തെത്തി. തിരക്ക് കൂടുന്നതിനു മുമ്പ് സദസ്സിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. രാഹുൽ വേദിയിലെത്തിയപ്പോൾ റിൻസി പലകുറി ചിത്രം ഉയർത്തിക്കാട്ടി. ഇത് ശ്രദ്ധയിൽപ്പെട്ട രാഹുൽ വേദിയിലിരുന്ന് ചെറുപുഞ്ചിരി സമ്മാനിച്ചു. പ്രസംഗം അവസാനിച്ച് വേദി വിട്ട രാഹുൽ പിന്നെ ഓടിയെത്തിയത് ഈ കൊച്ചുമിടുക്കിയെ തേടി. ചിത്രം വാങ്ങിയ രാഹുൽ പെൺകുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വരക്കാൻ കാരണം. പിന്നെ അങ്ങനെയല്ല, അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവും, വരക്ക് കൊടുക്കാൻ പറ്റും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരച്ച്. ചിത്രകാരിയായ റിൻസി ദിവസങ്ങൾ മുമ്പ് തീരുമാനിച്ചുറപ്പിച്ചതാണ് താൻ വരച്ച ചിത്രം രാഹുലിന് സമ്മാനിക്കണമെന്ന്. ആ ആഗ്രഹമാണ് സഫലമായത്. +2 കഴിഞ്ഞ റിൻസി മെഡിക്കൽ എൻട്രൻസ് പരിശീലനത്തിലാണിപ്പോൾ. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. അന്ത്യത്താഴത്തിന് മുമ്പായി യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കൊച്ചി സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. തളർന്നു വീഴുന്നവരെ കൈപിടിച്ചുയർത്താനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കരുതാനും പെസഹാ ദിന സന്ദേശത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. എന്ത് നാശമുണ്ടായാലും, എന്ത് സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്തെല്ലാം അപകടങ്ങൾ നമുക്ക് സംഭവിച്ചാലും, പ്രിയമുള്ളവരെ, ഉത്തരം ക്രിസ്തുവിലാണ്. ഉത്തരം ഈ കൂദാശയിലാണ്. ഇവിടെയാണ് നമ്മുടെ അഭയം എന്ന് ആ വിശ്വാസികൾ പ്രഘോഷിച്ചു. നമുക്കും ഇതേ വിശ്വാസമുണ്ട്. ഇതുപോലുള്ള വിശ്വാസം നമ്മളും പ്രകടിപ്പിക്കാറുണ്ട്. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് ഇടുക്കി ഹൈറേഞ്ചിൽ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയിൽ പള്ളി വികാരി ഫാദർ എബ്രഹാം പുറയാറ്റ് തിരുകർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളിയിലേക്ക് എത്തിയത്. പ്രോവികാരി ഫാദർ ജോബി വാഴിയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആനന്ദ് പള്ളിവാതിക്കൽ, ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോസ് കരുവേലിക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ മൈച്ച സ്വദേശി ബേബിക്ക് വീട് നിർമ്മിച്ചു നൽകി പ്രവാസി കൂട്ടായ്മ. ശക്തി സംഘടനയുടെ 12ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത ഓലപ്പുരയിൽ 6 വയസ്സുകാരി മകൾക്കൊപ്പമാണ് ബേബി താമസിക്കുന്നത്. 5 വർഷം മുമ്പ് ഭർത്താവ് വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം ദുരവസ്ഥയിലായി. ഇവരുടെ ദൈന്യത മനസ്സിലാക്കിയാണ് കാസർകോട്ടെ പ്രവാസി സംഘടനയായ ശക്തി വീട് നിർമ്മിച്ചു നൽകിയത്. 12ാം വാർഷികത്തോടനുബന്ധിച്ച് ശക്തി കാസർഗോഡ് പ്രഖ്യാപിച്ച സ്നേഹവീടിനായി 36 അപേക്ഷകളാണ് ജില്ലയിൽ നിന്നും ലഭിച്ചത്. ലഭിച്ച അപേക്ഷകളിൽ നിന്നും ബേബി തെരഞ്ഞെടുക്കാൻ സംഘടനയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ 14 വർഷമായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശക്തി കാസർഗോഡ് വിവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ചികിത്സാ ധനസഹായങ്ങൾ, വിദ്യാഭ്യാസ ധനസഹായങ്ങൾ, വിവാഹ ധനസഹായങ്ങൾ, അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോമിൽ ഒരു ഡയാലിസിസ് യൂണിറ്റും ശക്തി അതിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട്. 7.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചെറുവത്തൂർ മയ്യിച്ച ശ്രീ വയൽക്കര ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറി. ന്യൂസ് 18 ചെറുവത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റ നോട്ടത്തിൽ അമീനെ എത്തും. നമസ്കാരം.